ലോകം ഇന്നൊരു വലിയ വാണിജ്യ യുദ്ധത്തിന്റെ നിഴലിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവും കടുത്ത താരിഫ് ഭീഷണികളും ചൈന ഉൾപ്പെടെയുള്ള ലോകശക്തികളെ വിറപ്പിക്കുമ്പോൾ ഇന്ത്യ കൈവരിച്ച വ്യാപാര ധാരണകൾ നയതന്ത്ര രംഗത്ത് വലിയൊരു വിസ്മയമായി മാറുകയാണ്. കേവലം ഒരു സാമ്പത്തിക ഉടമ്പടി എന്നതിലുപരി ചൈനയും പാകിസ്ഥാനെയും പോലുള്ള അയൽരാജ്യങ്ങളെ മറികടന്ന ആഗോള വിപണിയിൽ ഇന്ത്യ തന്റെ മേധാവിത്വം ഉറപ്പിക്കുന്ന കാഴ്ചയാണിത്. എന്നാൽ ഈ വിജയഗാഥകൾക്കിടയിലും ഇന്ത്യൻ കാർഷിക രംഗത്തു നിന്നും ഉയരുന്ന ആശങ്കകൾ അവഗണിക്കാൻ കഴിയാത്തതാണ്. ട്രംപിന്റെ കടുത്ത വ്യാപാര നിലപാടുകളെ പക്വമായ നിയന്ത്രണങ്ങളിലൂടെയും നയതന്ത്രപരമായ നിശബ്ദതയിലൂടെയുമാണ് ഇന്ത്യ നേരിട്ടത്. മറ്റ് രാജ്യങ്ങൾ താരിഫ് ഭീഷണികൾ പ്രതിരോധത്തിലായപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് മുൻഗണന നൽകി. ഇതിലൂടെ കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു പ്രത്യേക പരിഗണന ഇന്ത്യക്ക് ലഭിച്ചു. ഇന്ത്യൻ IT മേഖല, ഫാർമസ്യൂട്ടിക്കൽസ്, തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കാൻ ഈ കരാർ സഹായിക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വിപ്ലവത്തിന് വലിയ കരുത്തേകും എന്നതിലും സംശയമില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദമാകുന്നതും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ്. അമേരിക്കൻ കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ കർഷകർക്കിടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കൻ ആപ്പിൾ, വാൾനട്ട്, ബദാം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. നിലവിൽ ഹിമാചൽ പ്രദേശ്, കാശ്മീർ എന്നിവിടങ്ങളിലെ ആപ്പിൾ കർഷകർ ആഗോള വിപണിയിലെ വിലക്കുറവിനോട് മല്ലിടുമ്പോൾ കുറഞ്ഞ ഇറക്കുമതി തീരുവയിലെ അമേരിക്കൻ ആപ്പിളുകൾ വിപണി കീഴടക്കിയാൽ അത് സ്വദേശി ഉൽപ്പന്നത്തെ പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യയിലെ കോടിക്കണക്കിന് ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗമായ പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ പണ്ട് മുതൽക്കേ കടുത്ത നിയന്ത്രണങ്ങൾ പാലിച്ചു പോന്നിരുന്നു. സബ്സിഡി നൽകി ഉൽപ്പാദിപ്പിക്കുന്ന കുറഞ്ഞ വിലയിലുള്ള അമേരിക്കൻ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയാൽ നമ്മുടെ പ്രാദേശിക സഹകരണ സംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കും അവരോട് മത്സരിക്കാൻ കഴിയാതെ വരും. അമേരിക്കൻ പശുക്കൾക്ക് നൽകുന്ന തീറ്റയിലെ പ്രത്യേകതകൾ മൂലം മതപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ ഇത്തരം ഉൽപ്പന്നങ്ങളെ ഇന്ത്യ മുൻപ് തടഞ്ഞിരുന്നു. എന്നാൽ പുതിയ കരാറിൽ ഇത്തരം നിബന്ധനകളിൽ ഇളവ് വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല എന്ന കർശനമായ നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വ്യാപാര കരാറുകൾ ഒപ്പിടുമ്പോഴും ഇന്ത്യയുടെ നട്ടലായ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നിനും താൻ അനുമതി നൽകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ നയം നടപ്പിലാക്കിയാൽ അന്താരാഷ്ട്ര തലത്തിലോ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലോ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും അത് വകവയ്ക്കില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കർഷകർക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ്. വിദേശ വിപണികളിൽ നിന്നുള്ള കടുത്ത മത്സരം നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തകർക്കാതിരിക്കാൻ ക്രോസ് സെക്ടർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആവശ്യത്തിന് ഉൽപ്പാദനമില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരിക്കും ഇറക്കുമതിയിൽ മുൻഗണന നൽകുക. ഉദാഹരണത്തിന് രാജ്യത്ത് സുലഭമായി ലഭിക്കുന്ന പയർവർഗ്ഗങ്ങൾക്കും ധാന്യങ്ങൾക്കും ഉയർന്ന ഇറക്കുമതി തീരുവ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായ ആവശ്യങ്ങൾക്കും മറ്റും ആവശ്യമായ എന്നാൽ ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത അസംസ്കൃത വസ്തുക്കൾക്ക് മാത്രമായിരിക്കും ഇളവുകൾ അനുവദിക്കുക. പ്രാദേശിക വിപണികളിൽ വിലയിടിയാതിരിക്കാൻ മിനിമം ഇമ്പോർട്ട് പ്രൈസ് പോലുള്ള സംവിധാനങ്ങൾ വഴി കർഷകർക്ക് ഒരു സുരക്ഷാ കവചം ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആഗോള വ്യാപാരത്തിൽ പങ്കാളികളാകുമ്പോൾ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിൽ പോറലേൽക്കാതെ കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന വെല്ലുവിളിയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിലെ വ്യവസ്ഥകൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ച ഇതിനോടകം തന്നെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടി വലിയ തോതിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതോടെ ഈ പ്രക്ഷോഭത്തിന് മൂർച്ച കൂടുമെന്നതും ഉറപ്പാണ്. പ്രത്യേകിച്ച് സബ്സിഡി നൽകി ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ വിളകൾ ഇന്ത്യൻ വിപണിയിലെ വില നിലവാരത്തെ തകർക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. ഈ വിഷയത്തെ സർക്കാരിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധമായാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ആപ്പിളുകൾക്കും ക്ഷീര ഉൽപ്പന്നങ്ങൾക്കും വിപണി തുറന്നു നൽകുന്നത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കാർഷിക അടിത്തറയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ നമ്മുടെ വിഹിതം വർദ്ധിപ്പിക്കാതെ രാജ്യം സാമ്പത്തികമായി വരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. രാജ്യത്തിന്റെ നട്ടലായ കർഷകരുടെ താൽപ്പര്യങ്ങളും വികസിത ഭാരതത്തിലേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഈ വലിയ വടംവലി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തി അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമുണ്ട്. മറുവശത്ത് കോടിക്കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗത്തെ ഒരു ആഗോള കരാറിന് മുന്നിൽ ബലി നൽകാൻ കഴിയില്ല എന്ന ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. ട്രംപിന്റെ താരിഫ് ഭീഷണികളെ പക്വമായ നയതന്ത്രത്തിലൂടെ നേരിട്ട മോദി സർക്കാരിന്റെ വിജയം വിദേശ രംഗത്തെ വലിയൊരു നാഴികക്കല്ലാണ്. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ തന്നെ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടി സർക്കാരിന് മുന്നിലുണ്ട്. സാമ്പത്തിക വളർച്ചയും കാർഷിക സുരക്ഷയും ഒരുപോലെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഈ ചരിത്രപരമായ കരാർ ഒരു യഥാർത്ഥ വിജയമായി മാറൂ. വരും നാളുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക പരീക്ഷണത്തിന് അഗ്നിപരീക്ഷയാകും.